നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. മൂന്നാം ദിവസവും രക്ഷാദൌത്യം ഊർജിതം. ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവും മുൻ വയനാട് MP-യുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ പുലിയന്നൂർ ആദൂർ മുട്ടിക്കൽ ചിറയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. വെള്ളിത്തിരുത്തിയിൽ വീടിനോട് ചേർന്ന കുന്ന് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിൽ കുടുംബം. പേമാരിയിൽ നാടാകെ വെള്ളക്കെട്ടിലമരുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നെല്ലി MLA. ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ കരാറുകാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് MLA. വെള്ളക്കെട്ടൊഴിയുന്നു. തൃശൂർ കുന്നംകുളം പാതയിൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വിശദമായ വാർത്തയിലേക്ക്. വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരണം 297ആയി. മൂന്നാം ദിവസവും രക്ഷാദൌത്യം ഊർജിതം. കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയെങ്കിലും രാവിലെ കാലാവസ്ഥ തെളിഞ്ഞത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. കെട്ടിട അവശിഷ്ടങ്ങൾ യന്ത്രസഹായത്തോടെ നീക്കിയാണ് പരിശോധന. ഇനിയും നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. വയനാട്ടിൽ ചേർന്ന അവലോകന യോഗത്തിനു ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മേപ്പാടി ചൂരൽമലയിലെത്തിയത്. ചൂരൽമലയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ബെയ്ലി പാലം സന്ദർശിച്ചു. തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലുമെത്തി. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, K. കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, K. രാജൻ എന്നിവരും ഉണ്ടായിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുൻ വയനാട് MP-യുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി. KC വേണുഗോപാലും VD സതീശനും ഒപ്പമുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിച്ചു. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ജില്ലയിൽ മഴയും കാറ്റും വെള്ളക്കെട്ടും മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാലും സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ജില്ലയിലെ അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ പുലിയന്നൂർ ആദൂർ മുട്ടിക്കൽ ചിറയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. പുഴയോട് ചേർന്ന തിണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. കനത്ത വെള്ളക്കെട്ടും ഒഴുക്കും കൂടുതലായിരുന്നതാണ് സംരക്ഷണ ഭിത്തി തകരാൻ ഇടയാക്കിയതെന്ന് കരുതുന്നു. നിത്യവും ചിറയുടെ ഭംഗി ആസ്വദിക്കാനും മീൻ പിടിക്കുന്നതിനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവർ ഭിത്തിയുടെ സമീപത്തേക്ക് പോകുന്നതും അനുവാദമില്ലാതെ ഇറങ്ങുന്നതും ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ചിറയിൽ ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറി ഗതാഗതം നിരോധിച്ച തൃശൂർ കുന്നംകുളം പാതയിൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. പേമാരിയെ തുടർന്ന് ചൂണ്ടൽ മുതൽ തൂവാനൂർ വരെയുള്ള മേഖലയിൽ വെള്ളം കയറിയത് കണക്കിലെടുത്താണ് 2 ദിവസം ഇതുവഴിയുള്ള ഗതാഗതം കുന്നംകുളം പോലീസ് നിരോധിച്ചത്. ഇരുചക്ര വാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും ഗതാഗതമാണ് ആദ്യം നിരോധിച്ചതെങ്കിലും മണിക്കൂറുകൾക്കകം വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വാഹനഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം മുതൽ മഴ അല്പം മാറി നിന്നതോടെ റോഡിലെ ജലനിരപ്പ് താഴ്ന്നിരുന്നു. ഇതോടെ വലിയ ചരക്ക് ലോറികളും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെയുള്ളവ കടത്തിവിടുകയായിരുന്നു. അപകടകരമാം വിധമുള്ള റോഡിലെ വലിയ കുഴികൾ കണക്കിലെടുത്ത് ചെറിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടർന്നെങ്കിലും കാറും ബൈക്കും ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ യാത്രികർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ യാത്ര ചെയ്യാൻ മുതിരുകയായിരുന്നു. ഉച്ചതിരിഞ്ഞതോടെ ജലനിരപ്പ് വീണ്ടും കുറഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രി സമയങ്ങളിൽ ചെറിയ വാഹനങ്ങളിലും ഇരുചക്ര വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമായേക്കാം. മഴ പൂർണ്ണമായും മാറി നിൽക്കാത്തതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി.
വെള്ളിത്തിരുത്തിയിൽ വീടിനോട് ചേർന്ന കുന്ന് ഏത് നിമിഷവും വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ് കണ്ണഞ്ചേരി വീട്ടിൽ മനോജിന്റെ കുടുംബം. കഴിഞ്ഞ പ്രളയം മുതലാണ് വീടിന് മണ്ണിടിച്ചിൽ ഭീതി ഉണ്ടായത്. തുടർന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാ വർഷവും പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ വന്നു നോക്കി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ പറയുകയല്ലാതെ തുടർ നടപടികൾ ഇല്ലെന്ന് മനോജ് പറയുന്നു. കഴിഞ്ഞ വർഷം വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് സൺഷെയ്ഡ് തകരുകയും വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇത്തവണ മണ്ണും കൂറ്റൻ കല്ലുകളും ഇടിഞ്ഞു വീണ് ഏത് നിമിഷവും അപകടമുണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് വീട്ടുടമ പറയുന്നു. സംഭവത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടുടമയുടെ ആവശ്യം. ആ സൈഡിലും ആ കുന്നങ്ങനെ ഇടിഞ്ഞിട്ടാണ് സൺസൈഡിൻ്റെ പകുതി അങ്ങനെ പോയി. എന്നിട്ട് പിന്നെ അത് പഞ്ചായത്തിലും കളക്ടറേറ്റിലൊക്കെ അപേക്ഷ കൊടുത്തപ്പോൾ പഞ്ചായത്തിൻ്റെ മേൽ നടപടി താലൂക്കിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇരുന്നിട്ടാണ് ആ കണ്ടൊക്കെ വലിയ വലിയ കരിങ്കല്ലുകളാണ് അതിൻ്റെ മുകളിൽ വീഴുന്നത്. അപ്പോൾ തറയുടെ ഉള്ളിൽ നടക്കാൻ വെള്ളം വരുന്നതൊക്കെ ആകെ പൊട്ടിയിട്ട് അത് മാറ്റാൻ നടക്കും പറഞ്ഞ് നടപടി ഉണ്ടായിട്ടില്ല. മണ്ണ് കളിച്ച് അങ്ങനെയായിട്ട് കിടക്കും. താമസിക്കാൻ പറ്റില്ല. താമസിക്കാൻ വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും താമസിക്കാൻ പാടില്ല എന്നിട്ട് ലെറ്ററൊക്കെ വന്നു. ഇപ്പോൾ 2 സൈഡ് ഞങ്ങൾ ഭാര്യ വീട്ടിലാണ്. എല്ലാ കൊല്ലം ഇതെല്ലാം മാറി താമസിക്കാണ്ടിരിക്കുന്നു. ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. വലിയ തന്നെ മരങ്ങളൊക്കെ അതിലേക്ക് വീഴാറായിട്ട് നിൽക്കുന്നു. അതിൻ്റെ മുകളിലൊക്കെ ഇതുവരെ നിയമ നടപടി ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും കളക്ടറേറ്റിൽ താലൂക്ക് പഞ്ചായത്ത് വില്ലേജ് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ചെയ്യാൻ ഇതുവരെ മണ്ണടക്കം നീക്കാനുള്ള നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. കിഴക്കാളൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിന് നേരിയ ശമനം. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായ കിഴക്കാളൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പേമാരിയെ തുടർന്നാണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത്. ചൂണ്ടൽ കേച്ചേരി റോഡിൽ വെള്ളം ഉയർന്നതോടെ ഗതാഗതത്തിന് ഉപയോഗപ്പെടുത്താൻ നിശ്ചയിച്ചിരുന്നത് കേച്ചേരി മറ്റം റോഡായിരുന്നു. പെരുമണ്ണിലും കിഴക്കാളൂരിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചിരുന്നു. ജലനിരപ്പിൽ അല്പം കുറവ് വന്നതോടെ വ്യാഴാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞതോടെ ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഇതിലെ കടന്നു പോകുന്നുണ്ട്. അതേസമയം ഇവിടെ വെള്ളക്കെട്ട് കാണാൻ കൊച്ചുകുട്ടികൾ എത്തുന്നത് അപകടങ്ങൾക്ക് കാരണമായേക്കും. വെള്ളം ഏതു സമയവും കൂടുന്നതിനുള്ള സാധ്യതയുള്ളതിനാൽ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വരും. പണയത്തിനെടുത്ത കാർ നിറവും നമ്പറും മാറ്റി തട്ടിപ്പ് നടത്തിയ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ആനക്കര മാരിലവളപ്പിൽ സുഹൈലിനെയാണ് ഇൻസ്പെക്ടർ CB ലൈജുമോന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി ഊക്കയിൽ അലിയുടെ ഉടമസ്ഥതയിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറാണ് രൂപമാറ്റം നടത്തിയത്. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. അലിയുടെ കാർ ചിറമനേങ്ങാട് സ്വദേശിയായ ഹബീബ് ഉപയോഗിക്കാൻ വാങ്ങിക്കുകയും തുടർന്ന് അടാട്ട് സ്വദേശി ശരണിന് പണയപ്പെടുത്തി പണം വാങ്ങുകയും ചെയ്തു. പിന്നീട് 10ഓളം പേർക്ക് ഇത്തരത്തിൽ കാർ കൈമാറിയതിനു ശേഷമാണ് പ്രതി സുഹൈലിന്റെ പക്കൽ കാർ എത്തിയത്. 2 ലക്ഷം രൂപയ്ക്കാണ് സുഹൈൽ കാർ പണയത്തിനെടുത്തത്. ഉടമ കാർ തിരിച്ചറിയാതിരിക്കാനാണ് വെള്ള നിറത്തിലുണ്ടായിരുന്ന കാർ സുഹൈലിന്റെ സ്വിഫ്റ്റ് കാറിന്റെ മോഡലിൽ ചുവന്ന പെയിന്റ് അടിച്ച് ഇയാളുടെ കാറിന്റെ തന്നെ നമ്പർ ബോർഡ് ഘടിപ്പിച്ചത്. കാറിന്റെ ഉടമ അലിയുടെ പരാതി പ്രകാരം പോലീസ് ആ സമയത്ത് തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഹബീബിനെ മുൻപ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാർ കൈമാറിപ്പോകുന്നതിനാൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ ടീമും എരുമപ്പെട്ടി SI അബ്ദുൾ ജബ്ബാറും ASI KA ഷാജിയും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി സുഹൈൽ പിടിയിലായത്. 2 കാറുകളും പോലീസ് പിടിച്ചെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി MLA AC മോദിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ അടിയന്തര യോഗം ചേർന്നു. മണ്ഡലത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചൊവ്വന്നൂർ BDO KM വിനീതിന് നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ദുരന്ത നിവാരണം തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർവഹിക്കണമെന്നും ഇതിന് കാലതാമസം വരുത്താൻ ഇടവരരുതെന്നും MLA അറിയിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കൽ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കൽ, അപകട ഭീഷണിയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കൽ എന്നിവ അടിയന്തരമായി നടത്തണം. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ താഴെത്തലം മുതൽ ദുരിതം അനുഭവപ്പെടുന്ന മേഖലകളിൽ ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കണം. ഇതിന്റെ വിലയിരുത്തൽ യോഗം എല്ലാ ദിവസവും ചേരണമെന്നും നിർദ്ദേശം നൽകി. പോലീസ്, അഗ്നിശമന സേനാ വകുപ്പുകളുടെ ഏകോപനവും യോഗത്തിൽ ഉറപ്പുവരുത്തി. അവശ്യഘട്ടങ്ങളിൽ ചികിത്സ, മരുന്നുകളുടെ വിതരണം, രോഗി പരിചരണം എന്നിവ ആരോഗ്യ വിഭാഗം നടത്താൻ സന്നദ്ധമാണെന്ന് ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ അറിയിച്ചു. മണ്ണിടിച്ചിൽ ഭാഗത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കൽ, അപകട ഭീഷണിയുള്ള സ്ഥലത്തു നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കൽ എന്നിവ സമയബന്ധിതമായി തന്നെ നടപ്പാക്കാൻ തഹസീൽദാർക്ക് MLA നിർദ്ദേശം നൽകി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI രാജേന്ദ്രൻ, TR ഷോബി, K രാമകൃഷ്ണൻ, ES രേഷ്മ, മീന സാജൻ, ചിത്ര വിനോബാജി, S ബസന്തലാൽ, ഡെപ്യൂട്ടി കളക്ടർ അമൃതവല്ലി,
തഹസീൽദാർ OB ഹേമ, ACP സന്തോഷ് CR, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. പേമാരിയിൽ നാടാകെ വെള്ളക്കെട്ടിൽ അമരുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നെല്ലി MLA. അരിമ്പൂർ പഞ്ചായത്തിലെ കോൾ മേഖലയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിന് പ്രധാന കാരണം മണലൂർ താഴം കോൾപ്പടവിലെ സ്ലൂയിസുകൾ തുറക്കാത്തതുകൊണ്ടാണെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ പരാതി ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിൽ മണലൂർ താഴം കോൾപ്പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ AE സജിത്തിനോട് MLA യോഗത്തിൽ വെച്ച് ആവശ്യപ്പെട്ടപ്പോൾ അത് തന്റെ ഉത്തരവാദിത്വമല്ലെന്ന തരത്തിൽ സംസാരിച്ച് ഒഴിഞ്ഞുമാറുന്ന സമീപനം സ്വീകരിച്ചത് MLAയെ ചൊടിപ്പിച്ചിരുന്നു. യോഗത്തിന് ശേഷം മണലൂർ താഴം കോൾപ്പടവിലെ കിഴക്കേ ബണ്ടിൽ AEയുമായി എത്തിയ MLA അടഞ്ഞുകിടക്കുന്ന 3 സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോഴും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന നിലപാട് ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചതോടെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച MLA ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ കരാറുകാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അടിയന്തരമായി 3 സ്ലൂയിസുകൾ തുറക്കാൻ നടപടി വേണമെന്നും കളക്ടറോട് ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി യോഗം ചേർന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരോട് യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൽ അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഏനാമാവ് റെഗുലേറ്ററിലേക്ക് തെക്കൻ ഭാഗത്ത് വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന പെരുമ്പുഴ തോട് വഴി വെള്ളം കടന്നു പോകുമ്പോൾ തൊട്ടടുത്തുള്ള പാടശേഖരങ്ങൾ ആ വെള്ളം അകത്തേക്ക് കടക്കാതെ അത് അടച്ചു വയ്ക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. മണലൂർ താഴം കോൾപ്പടവിലാണ് ആ സംഭവം നടക്കുന്നത്. ആ ഇതിലെ ഷട്ടർ ചീപ്പുകൾ തുറന്നെങ്കിൽ മാത്രമാണ് ഈ വെള്ളം ഇങ്ങോട്ട് കടന്ന് നേരെ. വർഷങ്ങളായി തുറക്കാതെ കിടക്കുന്ന സ്ലൂയിസുകളാണ് ഇതെന്നും ഒരു കാരണവശാലും തുറക്കാൻ പാടില്ലെന്ന രീതിയിലാണ് ഇവ അടച്ചിരിക്കുന്നതെന്നും സ്ഥലം സന്ദർശിച്ച MLAയ്ക്ക് ബോധ്യപ്പെട്ടു. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് സ്ലൂയിസുകൾ തുറപ്പിക്കാൻ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം താൻ നേരിട്ടിടപെട്ട് തുറക്കുമെന്നും ജില്ലാ ഭരണകൂടത്തിന് MLA മുന്നറിയിപ്പ് നൽകി. ആവശ്യമായ യാതൊരു സംവിധാനവും ഇറിഗേഷൻ വകുപ്പ് കുറ്റകരമായ അനാസ്ഥയാണ് ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. പങ്കെടുത്ത ഉദ്യോഗസ്ഥൻ പോലും അത് തുറക്കുന്നതിനാവശ്യമായ അനുഭാവപൂർണമായ നിലപാടല്ല, അഥവാ ഏനാമാക്കൾ റെഗുലേറ്റർ കൈകാര്യം ചെയ്യുന്ന കരാറുകാരന് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ തന്നെ ജില്ലാ കളക്ടറുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി തുറക്കാൻ ആ സ്പോട്ടൊന്ന് കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ വന്നത്. ഇത് തുറക്കുന്നില്ലെങ്കിൽ നാളെ എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ തുറക്കാൻ ആവശ്യമായ നടപടി എടുക്കും. ജില്ലാ ഭരണകൂടം ആവശ്യം. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, ജനപ്രതിനിധികളായ CP പോൾ, K രാഗേഷ് എന്നിവരും MLAയ്ക്കൊപ്പം പടവിൽ എത്തിയിരുന്നു. അന്തിക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം താഴത്തെ പെട്രോൾ പമ്പിന് സമീപം KSRTC സ്വിഫ്റ്റ് ബസ്സിന് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച അപകടം ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സിന് പുറകിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശം പൂർണ്ണമായും KSRTC സ്വിഫ്റ്റ് ബസ്സിന്റെ പുറകുവശം ഭാഗികമായും തകർന്നു. അപകട വിവരമറിഞ്ഞ് കുന്നംകുളം ലൈഫ് കെയർ ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കേച്ചേരി മേഖലയിലുണ്ടായ വെള്ളക്കെട്ടിന് അല്പം ശമനം. പെരുമണ്ണ്, ചെറുനെല്ലൂർ, ചൂണ്ടൽ, കേച്ചേരി റോഡ് എന്നിവിടങ്ങളിലാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത്. റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പെരുമണ്ണ് പാടശേഖരം മുതൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തിന്റെ അതിർത്തിയായ കിഴക്കാളൂർ വരെ ശക്തമായ ഒഴുക്കോടുകൂടിയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത്. പ്രദേശവാസികളുടെ വിലക്ക് മറികടന്ന വെള്ളക്കെട്ടിലൂടെ മുന്നോട്ടു പോയ കാർ കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് യാത്രികനെ രക്ഷിച്ചതും കാർ ഒഴുകിപ്പോകാതെ തിരിച്ചെത്തിച്ചതും. ചിറനെല്ലൂർ പാടത്തിന് സമീപം വെള്ളം ഉയർന്നതിനെ തുടർന്ന് മേഖലയിലെ ഗതാഗതവും സ്തംഭിച്ചിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഉള്ളവർ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമായതോടെ മേഖലയിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് സാധിക്കുന്നുണ്ട്. വെള്ളം കയറിയ മേഖലകളിലുള്ള വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. മഴ പൂർണ്ണമായി മാറി നിന്നാൽ മാത്രമേ വെള്ളം ഒഴിഞ്ഞുപോകൂ. ഇതിന് 2 ദിവസം കൂടി വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CCTV ന്യൂസ് കേച്ചേരി.
മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി, പറക്കുന്ന്, പാലപ്പെട്ടി, തൂവാറ തുടങ്ങിയ കുന്നുകളിൽ റവന്യൂ വകുപ്പ് അധികൃതരും ജനപ്രതിനിധികളും പരിശോധന നടത്തി. 2018 പ്രളയത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുട്ടഞ്ചേരിയിലെ ഏതാനും വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആശങ്കയെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, വില്ലേജ് ഓഫീസർ അനീഷ്, വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ്, ഫോറസ്റ്റ് വാച്ചർ സുഗു എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. നിലവിൽ ആശങ്കപ്പെടാനുള്ള അവസ്ഥയിലെന്ന് അധികൃതർ അറിയിച്ചു. പ്രദേശവാസിയായ മോഹനൻ, RRT പ്രവർത്തകരായ ഷനോജ്, വിമലേഷ് കുമാർ, വിമോഷ്, ശ്രീധരൻ എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു. വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമായിരുന്ന ചണ്ടിയും കുളവാഴകളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. എളവള്ളി പഞ്ചായത്തിലെ മണിച്ചാൽ പരിസരത്ത് ഒഴുകിയെത്തിയ വെള്ളത്തിന് തടസ്സമായി നിന്നിരുന്ന ചണ്ടിയും കുളവാഴകളുമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയ്ക്കൊപ്പം ഡാം തുറന്നുവിട്ടതും മണിച്ചാൽ വഴി കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്നതിന് കാരണമായിരുന്നു. എന്നാൽ ചണ്ടിയും കുളവാഴകളും നിറഞ്ഞു കിടന്നിരുന്നതിനാൽ ഒഴുക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമായിരുന്നു. തുടർന്നാണ് നാട്ടുകാർ ചണ്ടിയും കുളവാഴകളും നീക്കം ചെയ്തത്. കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറി ഗതാഗതം നിരോധിച്ച പാഴിയോട്ടുമുറി തണ്ടിലം കേച്ചേരി പാതയിൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. പേമാരിയെ തുടർന്ന് പാത്രമംഗലം മുതൽ പുലിയന്നൂർ പാടം വരെയുള്ള മേഖലയിൽ വെള്ളം 4 അടിക്ക് മുകളിൽ കയറിയതോടെയാണ് 2 ദിവസം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. ബുധനാഴ്ച വൈകിട്ടോടെ റോഡിലെ ജലനിരപ്പ് താഴ്ന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയതിനെ തുടർന്ന് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാച്ചിക്കുന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. സ്ഥലം സന്ദർശിക്കാനെത്തിയ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘത്തിന് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം. തൃത്തല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് പള്ളിപ്പാടം പൂവാച്ചിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ കുന്നിടിച്ച് വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയിട്ടുണ്ട്. കുന്നിനു ചുറ്റും 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. മുൻപ് കുന്നിൽ നിന്നും ഭീമൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടു വീണിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് റവന്യൂ ജിയോളജി അധികൃതർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. CCTV ഉൾപ്പെടെയുള്ള മാധ്യമവാർത്തയെ തുടർന്ന് സ്ഥലം MLA-യായ മന്ത്രി രാജേഷ് സംഭവത്തിൽ ഇടപെട്ട് മണ്ണെടുപ്പ് തടയാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. മഴ ശക്തമായതോടെ കുന്നിൽ നിന്നും മണ്ണിടിച്ചിൽ അനുഭവപ്പെട്ടു തുടങ്ങി. മണ്ണെടുത്ത സ്ഥലങ്ങളിൽ ആ സമയത്ത് തന്നെ നീരൊഴുക്ക് ആരംഭിച്ചിരുന്നു. നിലവിൽ മണ്ണിടിച്ചിലിനോടൊപ്പം ശക്തമായ വെള്ളമൊഴുക്കുമുണ്ട്. തുടർന്ന് പ്രദേശത്തെ 60 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പട്ടാമ്പി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയപ്പോഴാണ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുയർന്നത്. മണ്ണെടുപ്പിന് അനുമതി നൽകിയ റവന്യൂ ജിയോളജി അധികൃതർ നിലവിലെ സാഹചര്യത്തിന് മറുപടി പറയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ നേരിൽ കാണാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ ചാവക്കാട് മേഖലയിൽ സന്ദർശനം നടത്തി. മന്നലാങ്കുന്ന് സെന്ററിലെ വെള്ളക്കെട്ട് പ്രദേശം, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന മണത്തല മേഖലയിലെ കുടിവെള്ള പ്രശ്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. തുടർന്ന് MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ദേശീയപാത ഉദ്യോഗസ്ഥർ, ദേശീയപാത നിർമ്മാണ കമ്പനി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേർന്നു. തുടർന്ന് MLA ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ കളക്ടറെ ബോധ്യപ്പെടുത്തി. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിലവിൽ അവിടെ നേരിടുന്ന രൂക്ഷമായ വെള്ളക്കെട്ടിനെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് കളക്ടർ പ്രശ്നപരിഹാരം കാണാൻ എന്താണ് വഴിയെന്ന് നിർമ്മാണ കമ്പനിയോട് ചോദിച്ചറിഞ്ഞു. നിലവിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സർവീസ് റോഡിൽ നിന്ന് വലിയ പൈപ്പ് കനോലി കനാലിലേക്കിട്ട് വെള്ളമൊഴുക്കിവിട്ട് താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് നിർമ്മാണ കമ്പനി അധികൃതർക്ക് ഉറപ്പു നൽകി. മറ്റു വിഷയങ്ങളിൽ ഉടൻ പരിഹാരം കാണുവാനും കളക്ടർ നിർദ്ദേശിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ വിഭൂഷൺ, ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, തഹസിൽദാർ TP കിഷോർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് ചാവക്കാട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ നേരിൽ കാണാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ ചാവക്കാട് മേഖലയിൽ സന്ദർശനം നടത്തി. മന്നലാങ്കുന്ന് സെന്ററിലെ വെള്ളക്കെട്ട് പ്രദേശം, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന മണ്ണെടുപ്പ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി.
പോർക്കുളം പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന വെട്ടിക്കടവ് പാലം റോഡിലും വെള്ളം കയറി. 4 വർഷം മുമ്പ് റോഡ് ഉയർത്തി ആധുനിക രീതിയിൽ റോഡ് നവീകരിച്ചിരുന്നു. മുൻപ് വെള്ളക്കെട്ട് മൂലം ഈ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവായിരുന്നു. എന്നാൽ ഉയർത്തി നിർമ്മിച്ചതിന് ശേഷം ആദ്യമായാണ് റോഡിൽ വെള്ളം കയറുന്നത്. വാഹന ഗതാഗതത്തിന് ഇപ്പോൾ തടസ്സമില്ലെങ്കിലും മഴ ശക്തിയായാൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. കുഴിങ്ങര വടക്കേക്കാട് റോഡിൽ മുക്കഞ്ചേരി പാടത്തേക്ക് നിയന്ത്രണം വിട്ട കാർ തെന്നി വീണു. ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. പാടശേഖരങ്ങൾക്ക് കൈവരികൾ ഇല്ലാത്തതിനാൽ പാടമേത് റോഡേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. മറ്റൊരു കാറിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് കാർ തെന്നിയത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കരയ്ക്ക് കയറ്റി. ഇവിടെ എല്ലാ വർഷവും മഴക്കാലത്ത് റോഡും പാടവും ഒന്നായി യാത്രാക്ലേശം ഉണ്ടാകാറുണ്ട്. റോഡ് ഉയർത്തി നിർമ്മിച്ചാൽ മാത്രമാണ് പരിഹാരം കാണാൻ കഴിയുക. മതലാങ്കുന്ന് കൊച്ചന്നൂർ PWD റോഡും കുണ്ടുകടവ് കണ്ടുബസാർ റോഡും ഒരുമിക്കുന്നിടത്ത് ഇവിടെ ആര് നിർമ്മാണം നടത്തും എന്നതാണ് പ്രശ്നം. ചാവക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർമ്മാണോദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്, നഗരസഭാ കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, മുൻ തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ TT ശിവദാസൻ, ചാവക്കാട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ KG രാമചന്ദ്രൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് AH അക്ബർ എന്നിവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി MJ സാജു നന്ദിയും പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് രംഗത്ത് നിക്ഷേപമുള്ള സംസ്ഥാനം കേരളമാണ്. 71%. അപ്പോൾ ആ നിലയിൽ ഈ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം എല്ലാ നിലയിലും സാധാരണ ജനജീവിതത്തെ ആശ്വസിപ്പിച്ചും സഹായിച്ചും പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഒറ്റപ്പെട്ട ചില അനാപേക്ഷികമായ പ്രവണതകൾ ഈ മേഖലയിൽ കടന്നു വരാറ്. അതിനെ സാമാന്യവൽക്കരിക്കാൻ ചില മീഡിയാസും ചില സങ്കേതങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിലേക്ക് പരിശോധിച്ച് കാണാൻ കഴിയും. വലിയ വിവാദങ്ങൾ കടന്നു വന്ന സംഭവമാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ നിക്ഷേപകർക്ക് 126 കോടി രൂപ മുടക്കി കൊടുത്തു കഴിഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്തിലെ 15-ാം വാർഡിലെ ചോട്ടിലപ്പാറ തോട് കര കവിഞ്ഞതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. തോടിന് മുകളിലൂടെ കടന്നു പോകുന്ന പാലത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം വെള്ളം കുത്തിയൊഴുകിപ്പോയിരുന്നത്. 2018 പ്രളയത്തിൽ തകർന്നതാണ് ചോട്ടിലപ്പാറ പാലം. ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗപ്പെടുത്തി പാലം നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന ജില്ലാ പഞ്ചായത്ത് അധികൃതർ അക്കാലത്ത് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ സാങ്കേതിക അനുമതി ലഭിക്കാത്തതിനാൽ നിർമ്മാണം സാധ്യമാകാതെ വരികയായിരുന്നു. പാലത്തിന്റെ മറ്റൊരു ഭാഗവും പിന്നീട് തകരുകയും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യവുമുണ്ടായിരുന്നു. ബലക്ഷയമുള്ള പാലമാണെന്ന് കണ്ട് പുതിയ പാലം നിർമ്മിക്കാൻ മുരളി പെരുന്നെല്ലി MLA ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാത്ത സാഹചര്യമാണുണ്ടായത്. ഇതിനിടെയാണ് പേമാരി കണക്കെ പെയ്ത പെരുമഴയിൽ തോട് നിറഞ്ഞു കവിഞ്ഞ് പാലത്തിന് മുകളിലൂടെ വെള്ളം കുത്തിയൊഴുകി പോകുന്ന സാഹചര്യമുണ്ടായത്. ഇതോടെ പാലത്തിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി മാറുമെന്നതാണ് പ്രദേശവാസികളുടെ ആശങ്ക. 2 പ്രളയങ്ങളെ തുടർന്നും പാലത്തിന് തകർച്ച നേരിട്ടിരുന്നു. വെള്ളമൊഴിയുമ്പോൾ പാലത്തിന്റെ ഭാഗങ്ങൾ തകരുമോ എന്നും പ്രദേശവാസികളെ ആകുലപ്പെടുത്തുന്നുണ്ട്. പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. ചോട്ടിലപ്പാറ തോട് കര കവിഞ്ഞതോടെ തോടിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലേക്കും വീട്ടുപറമ്പുകളിലേക്കും വെള്ളം കയറിയ അവസ്ഥയാണ്. CCTV ന്യൂസ്, കേച്ചേരി. തെരുവുനായ കുറുകെ ചാടി ബൈക്ക് യാത്രികയ്ക്ക് പരിക്ക്. വേലൂർ RSRV ഹൈസ്കൂളിന് മുന്നിലാണ് അപകടമുണ്ടായത്. വേലൂർ അമ്പലവട്ടത്ത് താമസിക്കുന്ന ഊരുപറമ്പിൽ ഗിരീഷിന്റെ ഭാര്യ ഐശ്വര്യയ്ക്കാണ് അപകടമുണ്ടായത്. കേച്ചേരിയിൽ നിന്നും ആക്ട്സ് പ്രവർത്തകർ എത്തി ആംബുലൻസിൽ ദയ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. വേലൂരിൽ ഹൈസ്കൂൾ പരിസരത്ത് തെരുവുനായുടെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും തെരുവുനായ്ക്കൾ ദുരിതം വിതയ്ക്കുന്നുണ്ട്. വടക്കേക്കാട് പഞ്ചായത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം പ്രസിഡന്റ് നബീൽ NMKയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി VEO തുടങ്ങിയവർ സംസാരിച്ചു.
റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, KSEB ഉദ്യോഗസ്ഥർ, പ്രധാന അധ്യാപിക, കൃഷി ഓഫീസർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലത്തു നിന്നും മഴവെള്ളം വീട്ടുമുറ്റത്തുകൂടെ ഒഴുകുന്നത് മൂലം ദുരിതം പേറുകയാണ് ഗുരുവായൂർ കാരക്കാട് തെപ്പുറത്ത് രാജനും കുടുംബവും. ശക്തമായ മഴയിൽ വെള്ളം വീടിനകത്തേക്ക് കയറും. വീടിന് സമീപമുള്ള പറമ്പിൽ നിന്നും റോഡ് മുറിച്ചു കടന്നാണ് വെള്ളം ഇവരുടെ മുറ്റത്തേക്ക് എത്തുന്നത്. ഇതുമൂലം റോഡ് തകർച്ചാ ഭീഷണിയിലാണ്. നഗരസഭ മുഖേന നിർമ്മിതി കേന്ദ്രയാണ് 2004 ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. അന്നു മുതൽ ഈ പറമ്പിൽ നിന്നുള്ള വെള്ളം ഇവരുടെ മുറ്റത്തുകൂടെയാണ് ഒഴുകുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലേക്ക് യാത്രക്കാർ മാലിന്യം നിക്ഷേപിക്കാറുണ്ട്. ചീഞ്ഞളിഞ്ഞ മാലിന്യം കലർന്ന വെള്ളമാണ് വീട്ടുമുറ്റത്തെത്തുന്നത്. ശുചിമുറി മാലിന്യവും ഇത്തരത്തിൽ ഒഴുക്കാറുണ്ടെന്ന് ഇവർ പറയുന്നു. ഇതുമൂലം രാജനും കുടുംബവും ആരോഗ്യ ഭീഷണി നേരിടുന്നുണ്ട്. സ്ഥലത്തിനു ചുറ്റും ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇരുമ്പ് ഷീറ്റിനടിയിലൂടെയാണ് വെള്ളം പുറത്തെത്തുന്നത്. നിരവധി തവണ സ്ഥലം ഉടമയോട് പരാതിപ്പെട്ടെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്ന് രാജനും കുടുംബവും പറഞ്ഞു. ഇതേ തുടർന്ന് നഗരസഭയിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നിട്ടും പരിഹാരമായിട്ടില്ല. ഒഴിഞ്ഞ പറമ്പിൽ കെട്ടിനിൽക്കുന്ന വെള്ളം കാനയിലേക്ക് ഒഴുക്കിവിട്ട് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. CCTV ന്യൂസ്, ഗുരുവായൂർ. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ഗുരുവായൂർ ദേവസ്വം താൽക്കാലിക ജീവനക്കാർ. ദേവസ്വത്തിലെ 200ഓളം താൽക്കാലിക ജീവനക്കാർ ഒരു ദിവസത്തെ വേതനം സ്വരൂപിച്ച് 10 ചാക്ക് അരി, 1 ചാക്ക് പഞ്ചസാര, കുടിവെള്ള ബോട്ടിലുകൾ, പരിപ്പ്, പയർ, ബ്രെഡ്, പായ, പുതപ്പ്, നൈറ്റി, ലുങ്കി, ബക്കറ്റ്, സാനിറ്ററി പാഡുകൾ, പഴം, പച്ചക്കറി തുടങ്ങിയവ വയനാട്ടിലേക്ക് അയച്ചു. പിക്കപ്പ് വാനിൽ തൃശൂർ കളക്ടറേറ്റിൽ എത്തിക്കുകയായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, VV വിജീഷ്, AV ഉണ്ണികൃഷ്ണൻ, AG രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 10 വർഷത്തിലധികം ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്ത് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ജോലി അനിശ്ചിതത്വം നേരിടുന്ന സമയത്താണ് താൽക്കാലിക ജീവനക്കാർ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തി കാണിക്കുന്നത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ മഴക്കെടുതിയെ തുടർന്ന് ആളൂർ സെന്റ് ജോസഫ് സ്കൂളിൽ സജ്ജമാക്കിയ ദുരിതാശ്വാസ ക്യാമ്പ് സജീവം. മുരളി പെരുന്നെല്ലി MLA ക്യാമ്പിൽ സന്ദർശനം നടത്തി. ആളൂർ, തിരുത്തി, ആട്ടയൂർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചത്. 9ാം വാർഡിലെ കണ്ടിയൂർ മേഖലയിൽ സുരക്ഷിതമല്ലാത്ത വീടുകളിൽ കഴിയുന്നവരും ക്യാമ്പിൽ ഉണ്ട്. ആളൂർ, തിരുത്തിയിലാണ് വീടുകളിലേക്ക് വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. വെള്ളം ഇറങ്ങുന്നത് മന്ദഗതിയിലായതിനാൽ വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. വ്യാഴാഴ്ച മഴ കുറവായതോടെ വെള്ളക്കെട്ടിന് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. 12 പേരാണ് ക്യാമ്പിൽ കഴിയുന്നത്. ക്യാമ്പിലുള്ളവർക്കാവശ്യമായ ഭക്ഷണവും ചികിത്സയും മരുന്നും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവരെ സന്ദർശിക്കാൻ മുരളി പെരുന്നെല്ലി MLA എത്തി. കുട്ടികളോടും മുതിർന്നവരോടും വെള്ളം കയറിയതിനെക്കുറിച്ചും പഠനകാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിയുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് NS ധനൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, ഷീബ ചന്ദ്രൻ, ശരത് രാമനുണ്ണി, ജയന്തി ടീച്ചർ, പഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ്, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ക്യാമ്പിൽ ഭക്ഷണ വിതരണം നടത്തി. ആരോഗ്യ പ്രവർത്തകരും റവന്യൂ ജീവനക്കാരും ക്യാമ്പിൽ പൂർണ്ണ സമയവുമുണ്ട്. വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞതിനു ശേഷമാണ് ക്യാമ്പ് അവസാനിപ്പിക്കുക. CCTV ന്യൂസ്, കേച്ചേരി. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ പാടത്തിനോട് ചേർന്നുള്ള 15ഓളം വീടുകളിൽ ഒഴിയാതെ വെള്ളക്കെട്ട് ഭീഷണി. 2018 വെള്ളപ്പൊക്കത്തിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരുന്നു. തുടർന്ന് വീടുകൾക്ക് മുന്നിലൂടെ പോകുന്ന തോടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു. 7 ലക്ഷത്തോളം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. എന്നാൽ ഇത്തവണ മഴ കനത്തതോടെ തോട് നിറഞ്ഞ വെള്ളം വീടുകളിലേക്ക് ഒഴുകിയെത്തി. ലക്ഷങ്ങൾ ചെലവിട്ട് നടത്തിയ പദ്ധതി ഫലപ്രദമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, മെമ്പർ പ്രഭാത് മുല്ലപ്പള്ളി, M ബാലാജി, K കൊച്ചനിയൻ എന്നിവരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പാടത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം സംഭരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ തോടിന്റെ ആഴം കൂട്ടാതെയാണ് പദ്ധതി നടപ്പാക്കിയത്. വീടുകളിലേക്കും വെള്ളം കയറുന്നത് തടയാൻ ആവശ്യമുള്ള ഉയരം ഭിത്തിക്കുമുണ്ടായില്ല. ഭിത്തിയുടെ ഉറപ്പിനെ സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലനിറ 18-ന് ആഘോഷിക്കും. രാവിലെ 6:18 മുതൽ 7:54 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ്. ക്ഷേത്രനടയിൽ ഒരുക്കിവെച്ചിരിക്കുന്ന കതിർക്കറ്റകൾ പാരമ്പര്യാവകാശികളായ അഴീക്കൽ, മനയം കുടുംബങ്ങളിൽ നിന്നുള്ളവർ തലച്ചുമടായി കിഴക്കേ ഗോപുരനടയിലെത്തിക്കും. അരിമാവണിഞ്ഞ് നാക്കില വെച്ചതിനു മുകളിൽ സമർപ്പിക്കുന്ന കതിർക്കറ്റകളിൽ കീഴ്ശാന്തി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തും. ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ കറ്റകൾ നാലമ്പലത്തിനകത്തേക്ക് എഴുന്നള്ളിക്കും.
മഹാലക്ഷ്മി പൂജ നടത്തിയ ഒരു കെട്ടുകറ്റ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും. ഗണപതി, അയ്യപ്പൻ, ഭഗവതി എന്നീ ഉപദേവതകളുടെ ശ്രീലകങ്ങളിലും ഇല്ലം നിറയ്ക്കും. ഇല്ലം നിറച്ച കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ആഗസ്റ്റ് 28-നാണ് ക്ഷേത്രത്തിലെ തൃപ്പുത്തരി. പുതിയ നെല്ലിൻ്റെ അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം ഗുരുവായൂരപ്പനെ നിവേദിക്കുന്ന ചടങ്ങാണിത്. വർഷത്തിലൊരിക്കൽ മാത്രമായി പത്തിലക്കറിയും ഉപ്പുമാങ്ങയും നിവേദിക്കുന്നത് തൃപ്പുത്തരി ദിവസമാണ്. 1200 ലിറ്റർ പുത്തരി പായസമാണ് ഇത്തവണ തയ്യാറാക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം ഒനീറോ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ പോലീസ് സ്ഥാപിച്ച ദിശാ സൂചക ബോർഡിലിടിച്ച് അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. കക്കാട് സ്വദേശി ശ്രാമ്പിക്കൽ വീട്ടിൽ 32 വയസ്സുള്ള ബിജുരാജനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കാണിപ്പയൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഒനീറോ ജംഗ്ഷനിൽ പോലീസ് സ്ഥാപിച്ച വൺ വേ മുന്നറിയിപ്പ് ബോർഡിലും ഒനീറോ ജംഗ്ഷൻ സ്തൂപത്തിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി ക്ഷീര വ്യവസായ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ CPM പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റായി CPM ലോക്കൽ കമ്മിറ്റി അംഗം PC അബാൽമണിയെയും വൈസ് പ്രസിഡന്റായി ബിന്ദു സുരേഷിനെയും തെരഞ്ഞെടുത്തു. K സതീഷ് കുമാർ, ES സുരേഷ്, സുമന സുഗതൻ, KK യോഗേഷ്, MV വിനീത്, TA ഉണ്ണികൃഷ്ണൻ, ഹിമ മിഡോജ് എന്നിവരാണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ. വടക്കേക്കാട് പഞ്ചായത്തിലെ മഴക്കെടുതികൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുവേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, ആരോഗ്യവകുപ്പ് ജില്ലാ പ്രതിനിധി KR രാജു, CHC സൂപ്രണ്ട് ഡോക്ടർ നിത, ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ എന്നിവർ പങ്കെടുത്തു. പ്രദേശത്ത് വെള്ളക്കെട്ട് ഉയർന്ന സാഹചര്യത്തിലും കൊച്ചന്നൂർ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നതിനാലും അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വാർഡ് തലത്തിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, വാർഡ് തല ഡോക്സിക്കില്ലിൻ വിതരണം ചെയ്യുക, അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ പരിശോധന വിധേയമാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. മരത്തങ്കോട് GHS സ്കൂൾ NSS യൂണിറ്റ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ബെഡ്ഷീറ്റുകൾ നൽകി. ക്യാമ്പിലെ 24 കുടുംബങ്ങൾക്കാണ് കുട്ടികൾ ബെഡ്ഷീറ്റുകൾ നൽകിയത്. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ്, വാർഡ് മെമ്പർമാരായ പ്രമേഷ് കുമാർ, അജിത വിശാൽ, CDS ചെയർപേഴ്സൺ സുജിഷ മനീഷ് എന്നിവർ ബെഡ്ഷീറ്റുകൾ ഏറ്റുവാങ്ങി. തയ്യൂർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി സഹായം എത്തിച്ചു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിന്റെ പ്രവർത്തനത്തിന് അവശ്യ വസ്തുക്കൾ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി, വാർഡ് മെമ്പർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ ഏറ്റുവാങ്ങി. ക്യാമ്പിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം നൽകുകയും ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മണ്ഡലം സെക്രട്ടറി ബിജു ആദൂർ, ബ്ലോക്ക് സെക്രട്ടറി അക്ബർ അലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി MH നൌഷാദ്, കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ശുനോയോ പെരുന്നാളിന് ഇന്നലെ വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തോടുകൂടി തുടക്കമായി. ശാസ്താംകോട്ട് മൗണ്ട് ഹൊറേബ് ആശ്രമം ഫാദർ ബഹാനാൻ കോരുത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രഭാത നമസ്കാരം, കുർബാന, ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എന്നിവ നടന്നു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, കൈസ്ഥാനി സന്തോഷ് ജെയിംസ്, സെക്രട്ടറി സിൻഡോ കെ ശിമോൻ, പള്ളി മാനേജിംഗ് കമ്മിറ്റി, ആത്മീയ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർകുളം വടക്കേക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. പാടശേഖരങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് കോൾപ്പാടത്തിനു നടുവിലൂടെ പോകുന്ന ഉപ്പുങ്ങൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഉപ്പുങ്ങൽ പാലാക്കൽ പാടത്തിനു സമീപത്തെ ക്വാർട്ടേഴ്സ് വെള്ളത്തിലായി. 10ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പുന്നൂർകുളം തൃപ്പറ്റ് മര്യാദമൂലയിൽ KP ധർമ്മന്റെ വീട് വെള്ളക്കെട്ടിനെ തുടർന്ന് അപകടാവസ്ഥയിലാണ്. മണ്ണും ഇഷ്ടികയും ഉപയോഗിച്ചു പണിത വീട് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. തീരദേശ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരുടെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പെരിയമ്പലം, അണ്ടത്തോട്, തങ്ങൾപ്പടി, കുമാരൻപടി ഭാഗങ്ങളിലെ ഏക്കറുകണക്കിന് രാമച്ച കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. കപ്പ കൃഷിയും വെള്ളക്കെട്ടിലാണ്.
ചമന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രം വെള്ളക്കെട്ടിലായി. ആൽത്തറ കുണ്ടനി ദണ്ഡൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറി. ഇവിടെ 30ഓളം വീടിനു ചുറ്റും മുട്ടോളം വെള്ളമാണ്. ഇതിൽ പകുതിയോളം പേർ ബന്ധുവീടുകളിലേക്ക് താമസം മാറി. മറ്റുള്ളവർ രാമരാജ സ്കൂളിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി. മാവിൻചുവട് കൂന്നത്തയിൽ കോളനിയിലെ ഒട്ടേറെ വീടുകൾ വെള്ളത്തിലാണ്. കനോലി കനാൽ കവിഞ്ഞതിനെ തുടർന്ന് തീരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വടക്കേകാട് പഞ്ചായത്തിലെ ചക്കിത്തറ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ബുധനാഴ്ച ഉച്ചയോടെയാണ് വെള്ളം ശക്തമായി ഒഴുകിയെത്തിയത്. സമീപത്തുകൂടി ഒഴുകുന്ന പെരുന്തോടും കൈത്തോടും കരകവിഞ്ഞു പൊട്ടിയതാണ് വെള്ളം കയറാൻ പ്രധാന കാരണം. 38ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർ ബന്ധുവീടുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്കും താമസം മാറ്റി. വെള്ളക്കെട്ടിനു പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പും രംഗത്തുണ്ട്. CCTV ന്യൂസ് പുന്നയൂർകുളം. പ്രളയ ദുരിത പ്രദേശമായ അയ്നൂർ 6-ാം വാർഡ് മേഖലയിൽ CMP പ്രവർത്തകരായ ഫൈസൽ തറമേൽ, ജിൻഡോ ജോൺസൺ, ആഷിഖ് പടുങ്ങൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി. പഴഞ്ഞി ഹൈസ്കൂളിൽ പാർപ്പിച്ച ദുരിതബാധിതരെ സന്ദർശിച്ച് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി. ദുരിതത്തിൽ അകപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ വൈദ്യസഹായവും ധനസഹായവും നൽകണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. കട്ടക്കാപ്പാൽ പഞ്ചായത്തിലെ 6-ാം വാർഡ് അയ്നൂർ ദേശത്തെ സ്ഥലമാണിത്. ഇത് ഒരു 5-6 വീടുകൾ 2018 ഇതുപോലെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇതിൽ പെട്ടിരുന്നു. വന്ന അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിരുന്നത്. വീണ്ടും അവരെല്ലാവരും പ്രശ്നത്തിലാണ്. നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള CMP അയ്നൂർ ബ്രാഞ്ചിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്നും പഞ്ചായത്ത് വേണ്ട നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 3-ാം ദിനത്തിലും ചൂണ്ടൽ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവം. മുരളി പെരുന്നെല്ലി MLA, കുന്നംകുളം തഹസിൽദാർ ഹേമ തുടങ്ങിയവർ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. മഴക്കെടുതിയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ, ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ, പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലെ ആയമുക്ക്, മണലി, ചിറനെല്ലൂർ, ചിറപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളെയാണ് ക്യാമ്പിൽ താമസിപ്പിച്ചിരിക്കുന്നത്. മേഖലയിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ക്യാമ്പുകൾ പ്രവർത്തനമാരംഭിച്ചത്. കേച്ചേരി LP സ്കൂളിലെ ക്യാമ്പിൽ 52 പേരാണ് ഉള്ളത്. മണലി, ആയമുക്ക്, ചിറനെല്ലൂർ തുടങ്ങിയ മേഖലയിൽ നിന്നുള്ളവരാണ് ഈ ക്യാമ്പിലുള്ളത്. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ ചിറപ്പറമ്പിൽ തൽസ്ഥിതി തുടരുകയാണ്. വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങാത്ത സ്ഥിതിയാണുള്ളത്. ചിറപ്പറമ്പിൽ നിന്നുള്ള കുടുംബങ്ങളാണ് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്. 24 പേരാണ് ചൂണ്ടൽ സ്കൂളിലെ ക്യാമ്പിലുള്ളത്. പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂളിൽ സജ്ജമാക്കിയ ക്യാമ്പിൽ പാറന്നൂർ മേഖലയിൽ നിന്നുള്ള 52 പേരാണ് കഴിയുന്നത്. പാറന്നൂർ മേഖലയിലെ വീടുകളിൽ കയറിയ വെള്ളം ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരാണ് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണമൊരുക്കുന്നത്. കൂടാതെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ ചികിത്സകളും മരുന്നുകളും നൽകുന്നുമുണ്ട്. ക്യാമ്പ് സന്ദർശിച്ച മുരളി പെരുന്നെല്ലി MLA ദുരിതബാധിതരായവരോട് വിവരങ്ങൾ ചോദിച്ചറിയുകയും രോഗാവസ്ഥയിലുള്ളവരോട് മരുന്നും ഭക്ഷണവും ലഭിക്കുന്നുണ്ടോ എന്ന് തിരക്കുകയും ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷർ തുടങ്ങിയവർ രാവിലെ മുതൽ വിവിധ ക്യാമ്പുകളിലായാണ് സമയം ചെലവഴിക്കുന്നത്. ക്യാമ്പംഗങ്ങൾക്കൊപ്പമാണ് ഭക്ഷണം കഴിക്കുന്നതും. മഴ കുറയുന്ന സാഹചര്യത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ വീടുകളിലേക്ക് മടങ്ങാനാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. CCTV ന്യൂസ് കേച്ചേരി. വയനാട്ടിലെ പ്രളയബാധിത മേഖലയിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കുന്നംകുളം നഗരസഭയിൽ ആരംഭിച്ച അവശ്യവസ്തുക്കളുടെ കളക്ഷൻ സെന്റർ നിർത്തിവെച്ചു. ഇതുവരെ ശേഖരിച്ച അവശ്യവസ്തുക്കൾ ഇന്നു തന്നെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. ആൽത്തറ കുണ്ടനിയിലെ വെള്ളം കയറി ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് രക്ഷകരായി സേവാഭാരതി പുന്നയൂർകുളം യൂണിറ്റ്. ശക്തമായ മഴയെ തുടർന്ന് ആൽത്തറ കുണ്ടനിയിലെ 40ഓളം കുടുംബങ്ങൾക്കാണ് വെള്ളക്കെട്ടിനാൽ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായത്. ഇവിടങ്ങളിൽ പ്രായമായ രോഗികളും കുട്ടികളുമാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായത്. മലിനജലവും നല്ല വെള്ളവും കൂടി കലർന്ന് കുടിവെള്ളവും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ബുധനാഴ്ച രാത്രിയിലാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് ഉയർന്നത്. സ്കൂൾ മാനേജരെ വിളിച്ച് വിവരം അറിയിക്കുകയും കുടുംബങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഒരുക്കിത്തരാൻ അഭ്യർത്ഥിക്കുകയുമാണ് ഉണ്ടായത്. എല്ലാ വർഷവും ഇവിടെ പുന്നയൂർകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാറുണ്ട്. 30ഓളം പേരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇനിയും ആളുകൾ വന്നാലും അതിനുള്ള സൗകര്യം ഒരുക്കിയതായി മാനേജർ TP ഉണ്ണി പറഞ്ഞു. 13 കുടുംബങ്ങളും വീടുകളുണ്ട്. ഒക്കെ ആ വില്ലേജ് ഓഫീസിന് മുമ്പിലുള്ള കണ്ടെന്ന ഭാഗത്തുള്ള വീടുകളാണ്. വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, 2 വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, ചെറിയ കൈക്കുഞ്ഞുങ്ങളുണ്ട്. ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ കൂടുതൽ ഇവർക്ക് എണ്ണം കൂടുമെന്ന് അറിയില്ല.
അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യണം. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ UV നവയുഗ സേവാ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. പ്രസാദ്, രാജേഷ്, രഞ്ജിത്ത്, ഹരിഹരൻ, രാജീവ്, വിനിൽകുമാർ, ലസിത, സീന സുരേഷ്, ആശാവർക്കർ ഷീബ തുടങ്ങിയവർ ഇവർക്ക് വേണ്ട സൗകര്യമൊരുക്കി. പഞ്ചായത്ത്, വില്ലേജ്, ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ വിവരം അറിയിച്ചതായി വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ പറഞ്ഞു. എന്നെ അറിയിച്ച ടൈമിൽ നമ്മൾ എല്ലാ വർഷവും ഈ പ്രളയം വരുന്ന സമയങ്ങളിൽ രാമരാജ സ്കൂളാണ് നമ്മൾ തിരഞ്ഞെടുക്കാറ്, നമ്മുടെ അടുത്തുള്ള സ്കൂളായതുകൊണ്ട്. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റിനെയും ഹെഡ് മാസ്റ്ററിനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ അതിന് സ്കൂള് അടയ്ക്കാനുള്ള ലെറ്റർ എയ്ക്ക് കൊടുത്തു. അങ്ങനെ നമ്മൾ ഇന്നലെ 15ഓളം കുടുംബങ്ങളെ സേവാഭാരതിയുടെ കീഴിലാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ള താമസിച്ചിട്ടുള്ളത്. സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമ്മൾ ഭക്ഷണം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിവരം നമ്മൾ പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CCTV ന്യൂസ്, പുന്നൂർകുളം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പഴഞ്ഞി ഏരിയ കമ്മിറ്റി ഓഫീസ് AKTA ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ലതാ ബാബു അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി ജില്ലാ സഹകരണ ബാങ്കിന് സമീപം തണൽ ആർക്കേഡിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഏരിയ സെക്രട്ടറി ഷീല പോൾസൺ, ട്രഷറർ ഫിലോമിന, അബ്ദുൾ റഹീം, ബിനു പുലാക്കൽ, PK കൗസല്യ, വത്സല, കൊച്ചുമോൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളായ പുഷ്പ ചന്ദ്രൻ, സജിത പ്രദീപ്, അജിത സുരേന്ദ്രൻ, മിനി മോഹനൻ, ഷീജ സുധീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രളയ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. പ്രളയത്തിൽ തയ്യൽ ഷോപ്പ് ഉൾപ്പെടെ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ധനസഹായം നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി പ്രകാശൻ അറിയിച്ചു. വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അദിബൻസ് കാണിപ്പയൂർ ക്ലബിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ബദനി സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സനീഷ്, സുജിത്ത്, മിഥുൻ, അതുൽ എന്നിവരും മറ്റ് ക്ലബ്ബ് ഭാരവാഹികളും ചേർന്ന് കൈമാറി. വെള്ളക്കെട്ട് പരിഹരിക്കാൻ കാന വൃത്തിയാക്കി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ആനപ്പറമ്പ് കാഞ്ഞിരത്തിങ്കൽ റോഡിലെ വെള്ളക്കെട്ടാണ് ഒഴിവാക്കിയത്. കനത്ത മഴയിൽ വീടുകളിലെ പുറകുവശത്തുള്ള കല്ലുവെട്ടുമടയിൽ നിന്നും വെള്ളവും ചപ്പുചവറുകളും ഒഴുകിയെത്തി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ലെനിൻ VS, പ്രവർത്തകരായ വിജിത്ത് MB, ലെനിൻ TV, അനുമോൻ C തമ്പി, അജിൻ വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാന വൃത്തിയാക്കിയത്. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനുള്ള ഒരുക്കങ്ങളായി. ശനിയാഴ്ച രാവിലെ 4 മണി മുതൽ ബലിയിടൽ ആരംഭിക്കും. ക്ഷേത്രം മേൽശാന്തി അനിൽ മേപ്പറമ്പത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ശേഷം ഭക്തർക്ക് ക്ഷേത്രത്തിൽ പിതൃമോക്ഷത്തിനായി തിലഹവനം, സായുജ്യ പൂജ, നെയ്വിളക്ക്, താമരമാല, പുഷ്പാഞ്ജലി, പാൽപായസ നിവേദ്യം എന്നീ പ്രത്യേക വഴിപാടുകളും ഉണ്ടായിരിക്കും. പാലക്കാട് ജില്ലാ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി തർപ്പണത്തിന് ആയിരങ്ങളാണ് എത്താറ്. ബലിയിടാനായി എത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ചാലിശ്ശേരി കൗക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി തർപ്പണം ശനിയാഴ്ച നടക്കും. രാവിലെ 5-ന് ക്ഷേത്രക്കുളം പരിസരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ചടങ്ങുകൾക്ക് പാലക്കാട്ടിരിമന ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി എന്നിവരും തിലഹോമത്തിന് ക്ഷേത്രമേൽശാന്തി കുന്നത്തുമന അപ്പു നമ്പൂതിരിയും കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ചടങ്ങിനായി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണെന്നും ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വേലൂർ പഞ്ചായത്തിലെ തയ്യൂർ സ്കൂളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ജവഹർ ക്ലബ്ബ് ഭക്ഷ്യവസ്തുക്കൾ നൽകി. പ്രസിഡന്റ് PH അൻസാർ, സെക്രട്ടറി EK സലീം, മെമ്പർമാരായ ഇസ്മായിൽ, വിമൽ, ജിൽഷാദ്, കബീർ, ജസ്റ്റിൻ, ഷിഹാസ് എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വാർഡ് മെമ്പർമാരായ വിമല നാരായണൻ, ബിന്ദു ശർമ്മ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയി എന്നിവർ ഏറ്റുവാങ്ങി. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രത്തിൽ ശനിയാഴ്ച പുലർച്ചെ 4 മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ബലിതർപ്പണത്തിന് എല്ലാ സൗകര്യവും ഏർപ്പെടുത്തിയതായി ഗുരുപ്രഭാവാശ്രമാധിപൻ സ്വാമി അമേയാനന്ദ അറിയിച്ചു. മേലെ അക്കിക്കാവ് ജംഗ്ഷനിലെ മരണക്കുഴിയിൽ അലർട്ട് ബോർഡ് സ്ഥാപിച്ച് SDPIയുടെ പ്രതിഷേധം. രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവും മഴയും കാരണം വാഹനങ്ങൾ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് ജംഗ്ഷനിൽ ഉണ്ടാകുന്നത്.
കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെ റോഡിലൂടെയുള്ള യാത്ര ജീവൻ മരണ പോരാട്ടമാവുകയാണ്. അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് SDPI കരിക്കാട് ബ്രാഞ്ച് പ്രസിഡന്റ് ഷെരീഫ് ആലുങ്ങൽ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ആബിദ്, സെക്രട്ടറി അനസ് എന്നിവർ സംബന്ധിച്ചു. ഒരുപാട് വാഹനങ്ങളും ബൈക്കുകളും പലപ്പോഴും പല അപകടങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇത്രയൊക്കെ ശോചനീയമായ അവസ്ഥയായിട്ടും അധികാരികൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. പല വിധത്തിലുള്ള പ്രതിഷേധങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അധികാരികൾ ഒരു സമരവും ഉണ്ടായിട്ടില്ല. ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഞങ്ങളിവിടെ ഈ ഫ്ലെക്സ് വെച്ചത്. ഇതൊരു സൂചനയാണ്. ഇതുകൊണ്ടും അധികാരികൾ ഇതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മറ്റു പലവിധ സമരമുറകളിലേക്കും SDPI സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. കിടങ്ങൂർ ശ്രീ ശാസ്താംകോട്ടുകാവ് ക്ഷേത്രത്തിൽ കർക്കിടകം 5-ാം തീയതി മുതൽ നടന്നുവന്നിരുന്ന 10 ദിവസത്തെ ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. ക്ഷേത്രം മേൽശാന്തി ചന്ദ്രബോസിന്റെ ഭക്തി പ്രഭാഷണവുമുണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് സോമൻ വെങ്കിളത്ത്, സെക്രട്ടറി അനീഷ് ആണ്ടിയത്ത്, സനീഷ് ജഗദീപ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6430 രൂപ, പവന് 51440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം ചാലിശ്ശേരി കൗക്കോട് ഇട്ടപ്പുറത്ത് പരേതനായ സുലൈമാന്റെ മകൾ റംല നിര്യാതയായി 53 വയസ്സായിരുന്നു. ഖബറടക്കം ചാലിശ്ശേരി മുഹിദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. പരേതയായ ഫാത്തിമ, ഷാമില, മിസ്രിയ, സബീല എന്നിവർ സഹോദരിമാരാണ്. കടങ്ങോട് കിഴക്കുമുറി റൈസ് മിൽ സെന്ററിൽ പാറക്കുളങ്ങര പരേതനായ കേശവ പണിക്കരുടെ ഭാര്യ രാധമ്മ നിര്യാതയായി 84 വയസ്സായിരുന്നു. മണികണ്ഠൻ, ബാലകൃഷ്ണൻ, അനിലൻ, സുനിലൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും. മറ്റം അറയ്ക്കൽ ജോണി ഭാര്യ ലിസി നിര്യാതയായി 58 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 3 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. ജിജോ, ജിനി എന്നിവർ മക്കളാണ്. കിഴൂർ തോട്ടുപുറത്ത് ബാലൻ ഭാര്യ ലീല നിര്യാതയായി 64 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് സ്വവസതിയിൽ നടക്കും. ജ്യോതി, നീതു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 3-ാം ദിവസവും രക്ഷാദൌത്യം ഊർജിതം. ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവും മുൻ വയനാട് MP-യുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ പുലിയന്നൂർ ആദൂർ മുട്ടിക്കൽ ചിറയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. വെള്ളിത്തിരുത്തിയിൽ വീടിനോട് ചേർന്ന കുന്ന് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിൽ കുടുംബം. പേമാരിയിൽ നാടാകെ വെള്ളക്കെട്ടിലമരുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നെല്ലി MLA. ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ കരാറുകാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് MLA. വെള്ളക്കെട്ടൊഴിയുന്നു. തൃശൂർ കുന്നംകുളം പാതയിൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.